രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കടലിലാണ് ചാടിയത്. ഇപ്പോൾ ബീഹാറിൽ പോയി കുളത്തിൽ ചാടി. കുളത്തിൽ ചാടി എന്ന് പറഞ്ഞ് ബീഹാറിൽ എന്തെങ്കിലും വോട്ട് ലഭിക്കുമോ? ചാടി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു കയറുന്നത് എങ്ങനെയാണെന്നോ, തിരിച്ചു കയറിയത് എങ്ങനെയാണെന്നുള്ളത് നിൽക്കട്ടെ. തിരിച്ചു കയറാൻ കഴിയുമോ എന്നുള്ള പരീക്ഷ ചോദ്യമാണ് സ്വന്തമായിട്ട്. അല്ല, തിരിച്ച് മീനുമായിട്ട് കയറി കാണും, മീൻ പിടിക്കാനല്ലേ ഇറങ്ങി. അതാരേലും കൊട്ടയ്ക്കകത്ത് പിടിച്ചിട്ട് മീനും കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കാണും. രാഹുൽ ഗാന്ധി മുങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും അടിയിൽ മുങ്ങിക്കിടന്നിട്ടുണ്ടാവും. എന്നിട്ടൊരു മീൻ്റെ ഒരു കൂട മീൻ, അത് സാധാരണ മീൻകാരൻ തരുന്ന പോലെ പ്ലാസ്റ്റിക് കൂടിലാകാതിരുന്നാൽ മതി. അതും ഒന്ന് സൂം ചെയ്ത് നോക്കണം, ആ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കണം. പ്ലാസ്റ്റിക് കൂടിലാണോ താഴെ മീൻ? അതൊരു പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ. അല്ല, അതല്ല, ഏതെങ്കിലും ജലകന്യകമാര് ഈ കന്യകൻ കുളത്തിലോട്ട് ചാടിയ ഉടനെ ഏതെങ്കിലും ജലകന്യകമാര് മീനുമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അതൊക്കെ സംഭവിക്കാം. ആള് രാഹുലാണേ, പറഞ്ഞില്ല എനിക്ക് അസുഖം വരില്ല, എനിക്ക് ഡയറക്റ്റ് കഷ്ടമെന്നല്ല എന്താ പറയേണ്ടത്. അല്ല, മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1 മാസം അദ്ദേഹം അവിടെ നിന്ന് വിട്ടു നിന്നു. അപ്പൊ ഈ പ്രതിസന്ധി ഇല്ലായിരുന്നു. ശ്രീജിത്തെ, കാര്യം അതല്ല. 29-ാം തീയതിയാണ് ഈ മനുഷ്യൻ ഈ പണി തുടങ്ങിയത്, ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങിയത് അവിടെ. എനിക്കൊന്ന് നാളെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാനത്തെ ദിവസമാവും. പിന്നെ പോയിട്ട് 4-5 ദിവസമുള്ളൂ, 2ാം ഘട്ടത്തിന് അത്രയേ ഉള്ളൂ. ഈ 6-7 ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇനി നമ്മൾ അടുത്ത് നോക്കണം. ഇനി മരത്തെ കയറും. അടുത്തത് കുളത്തിലിറങ്ങി, കടലിലിറങ്ങി, ഇനി മരത്തെ കയറും. പക്ഷെ ഒരു കാര്യം ഭാരതം മനസ്സിലാക്കണം, കോൺഗ്രസ് മനസ്സിലാക്കണം, ഇയാളുടെ കൂടെയുള്ളവർ മനസ്സിലാക്കണം. ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണമെന്ന് ചോദിച്ചതുപോലെ പുഴയില്ല മീനെ മരം കയറ്റം പഠിപ്പിച്ചാലും അതിന് പഠിക്കാൻ പറ്റുമോ എന്നൊന്ന് അന്വേഷിക്കണം. ഈ പണി, ഈ പൊതുജന ബന്ധവും രാഷ്ട്രീയവും പറ്റിയ ഒരാളല്ല രാഹുൽ എന്ന് ഇനിയെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെങ്കിലും മനസ്സിലാക്കണം. അല്ല സാറ്, മനസ്സിലാക്കണമെങ്കിൽ എന്നേ മനസ്സിലാക്കാമായിരുന്നു. അദ്ദേഹം 2014, 19, 24 പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ഒരു പരാജയപ്പെട്ട നേതാവ് ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് ഒരാളുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് സന്ദർഭവശാൽ പറയുക, കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ വലിയൊരു കവറേജ് വന്ന കാര്യമാണ് ഇദ്ദേഹം 4000 കിലോമീറ്റർ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു ജനസമ്പർക്കം ചെയ്തു എന്ന്. ഇതാരോടാ പറയുന്നത്? ലക്ഷദ്വീപം കണ്ട ഒരാളിനോട് പറയാണ്, നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ ഉള്ള ആ പ്രകാശം കണ്ടുകൊണ്ടോ ചോദിക്കുന്ന പോലെയാ. ഞാൻ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ്സുകാരോടും വെല്ലുവിളി ചോദിക്കാം, അഖിലേന്ത്യാ തലത്തിൽ ചുമതല കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രചാരകൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകൻ, അഖിലേന്ത്യാ തലത്തിൽ ചുമതല കൊടുത്തിട്ടുള്ള 5 വർഷം പ്രവർത്തിച്ച ഒരു പ്രചാരകൻ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ചുമതലയിൽ 2-3 വർഷം ഇരുന്നിട്ടുള്ള ഒരു സംഘടനാ സെക്രട്ടറി പോയത്ര സ്ഥലങ്ങളിൽ ഇന്നും രാഹുൽ പോയിട്ടുണ്ടോ? അന്വേഷിച്ചു നോക്കട്ടെ. ഇനി മോദിയിലേക്ക് വരാം. നരേന്ദ്രമോദിയും ഏപ്രിലിൽ പറഞ്ഞത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, ഞാൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അമേരിക്കയിലെ 28 സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ടെന്ന്. ഭാരതത്തിൽ സഞ്ചരിച്ചിട്ടുള്ളതിന് കണക്കില്ല. ജപ്പാൻ, ചൈന, ഇവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ സംഘത്തിലെ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ അവരുടെ യാത്ര എന്ന് പറയുന്നത് സർസംഘചാലക പോലും 1 വർഷം, ഇപ്പോഴത് പകുതി, മറ്റേത് 1 വർഷം മൊത്തം ഭാരതം മൊത്തം യാത്ര ചെയ്യണമെന്നുണ്ട്. അത് 2 തവണ യാത്ര ചെയ്യണമെന്നുണ്ട്. ഇവരുടെ യാത്രയുടെ വ്യവസ്ഥയും വേറെയാ. ഇവർ ചെന്ന് താമസിക്കുന്നത് സ്വയം സേവകരുടെ വീടുകളിലാണ്, അവരുടെ ഒപ്പമാണ്, അവരുടെ വേദനയും ബുദ്ധിമുട്ടും അറിഞ്ഞാണ്. അങ്ങനെയുള്ളതാണ് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തി എന്ന് പറഞ്ഞ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പാക്ക് ചെയ്തിരിക്കുന്നു, ഭയങ്കര വിജയമാകാൻ പോകുന്നൊക്കെ പറഞ്ഞത്.
വെറുതെ ഒരു കഥയില്ലാത്ത കാര്യം. അല്ല, ഈ യാത്രയേക്കാൾ പ്രധാനപ്പെട്ടത് ബീഹാറിലൊരു യാത്ര ഉണ്ടായിരുന്നു. അത് വേറെ. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്, ഞാൻ വളരെ ഉത്തരവാദിത്തൊരു കാര്യം പറയാം, രാഹുലിനെന്നല്ല ആർക്കാണെങ്കിലും നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷെ പരാജയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സകാരാത്മകമായി പോസിറ്റീവായിട്ട് മോദിയെക്കാട്ടിൽ കൂടുതൽ എന്ത് സേവനമാണ് ഭാരതത്തിന് ചെയ്യാൻ കഴിയുക, ലോകത്തിന് ചെയ്യാൻ കഴിയുക എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വ മികവ് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സാധിക്കും ആ ഒരു വിജയം. അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. സച്ചിൻ ടെണ്ടുൽക്കറെയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ പരാജയപ്പെടുത്താൻ വേണ്ടി എനിക്ക് ബൗൾ ചെയ്ത് ഔട്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് വഴിയുടെ നടക്കുമ്പം അവരെ കല്ലെറിഞ്ഞ് വീഴ്ത്താം എന്ന് കരുതുന്ന ഒരു ദുർബുദ്ധി ഉണ്ടല്ലോ, അതിന് കുറെ ആളെ കൂട്ടും ദുർബുദ്ധി. ആ ദുർബുദ്ധി കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. അല്ല, ഈ കുടുംബത്തിന് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങി. എന്നിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അത് തന്നെ പറഞ്ഞു വന്ന്, ഇവരിപ്പോഴും സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, രാഹുലിന്റെ കുടുംബവും ഇപ്പോഴും സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, ഭാരത രാഷ്ട്രീയത്തിലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നേതൃഗുണമില്ലാത്ത, മര്യാദയ്ക്ക് സംസാരിക്കുന്നതിനുള്ള രാഷ്ട്രീയ മര്യാദ പോലുമില്ലാത്ത ദിഗ്വിജയ് സിംഗുമാരെയും ജയറാം രമേശുമാരെയും അതുപോലെ നമ്മുടെ KC വേണുഗോപാലുമാരെയും ഒക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു ബഹളം ഉണ്ടാക്കുകയും നരേന്ദ്രമോദിയെയും ഭാരതത്തെയും കുറച്ച് ചീത്ത പറയുകയും ചെയ്താൽ, ഹിന്ദുവിനെ ചീത്ത പറഞ്ഞാൽ, സംഘത്തെ ചീത്ത പറഞ്ഞാൽ വിജയം ഉറപ്പിക്കാം. അല്ലെ, അത് ഏത് പാർട്ടിയിലായാലും ഏത് രാജ്യത്തായാലും അങ്ങനെയാണെങ്കിലും ഒരു കൊട്ടാര വിപ്ലവം ഉണ്ടാകില്ലേ? അത് എന്തുകൊണ്ട് ഇതിൽ നടക്കുന്നില്ല? അതിനെ കൊട്ടാരത്തിനകത്ത് വിവരമുള്ള ആളുകളാരും അവശേഷിക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. നല്ല ചോദ്യമാണ്. ഇന്ദിരാഗാന്ധിയുടെ വരവിന് ശേഷം, ഇന്ദിരാഗാന്ധി 66 അധികാരത്തിന് വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധി വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, അവരോടൊപ്പം ഇന്ദിരയോടൊപ്പം വ്യക്തിപരമായിട്ട് പൂർണ്ണ പ്രതിബദ്ധത ഇല്ലാത്തവരെ മൊത്തം പാർട്ടിക്ക് വന്ന് പുറത്തുകളഞ്ഞു. ആ പ്രതിബദ്ധതയുള്ളവരെ കൊണ്ടുവന്ന കൂട്ടത്തിലാണ് നമ്മുടെ K. കരുണാകരനും PV നരസിംഹറാവുവും ഗുലാം നബി ആസാദും പ്രണബ് മുഖർജിയും ഒക്കെ മുഖ്യധാരയിലേക്ക് വന്നത്. അതുവരെ ഉണ്ടായിരുന്ന YB ചവാൻ, ഒരു പരിധിവരെ ജഗജീവൻ റാം, ഇവരെയൊക്കെ സൈഡിലേക്ക് മാറ്റി. ചന്ദ്രശേഖർ. അതിനുശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് വന്നപ്പം ഇന്ദിരയുടെ കാലത്ത് പാർട്ടിയിലുണ്ടായിരുന്നേ പോലും ചവിട്ടി പുറത്താക്കി. രാജീവിന്റെ ഏറാൻ മൂളികളെ മാത്രം. അത് ജഗദീഷ് ടൈറ്റിലാണെങ്കിലും അപ്പൊ ഇത് വർഷങ്ങളായി ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ വന്ന് ഇന്നത്തെ അവസ്ഥ എന്നാന്ന് പറഞ്ഞാൽ, പിന്നീട് സോണിയ വന്നു. ഞാൻ പറഞ്ഞത്, രാജീവ് വന്നപ്പം ആരൊക്കെയാണോ ഇന്ദിരയുടെ ഉണ്ടായിരുന്നത് അവരെ പോലും മുഴുവൻ മാറ്റിയിട്ട് പുതിയൊരു കാര്യങ്ങളെയാണ് മുഖ്യധാരയെ കൊണ്ടുവന്നത്. സോണിയ വന്നു. രാജീവിനോട് ചേർന്ന് നിന്നവരെ പോലും സോണിയ പിടിച്ച് പുറത്താക്കി. വ്യക്തിപരമായ വിധേയത്വമുള്ളവരെ മാത്രം. രാഹുൽ വന്നു. രാഹുൽ ഒരു പരിധി വരെ അകത്ത് കൊട്ടാരത്തെ അടി നടക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ സോണിയോടൊപ്പം നിൽക്കുന്നവരെ കൂടെ രാഹുൽ വേറെ നിവൃത്തിയില്ലാത്തോണ്ട്. അപ്പൊ ഇവരെ ശരിക്കും പറഞ്ഞാല് ഈ പ്രസ്ഥാനം പോകുന്ന രീതി എന്ന് പറയുന്നത് കൃത്യമായും ആ കോൺഗ്രസ് എന്നും അവശിഷ്ട കോൺഗ്രസ്, ഇത് പല ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ല, മഹാത്മാഗാന്ധിയുടെയോ നെഹ്റുവിന്റെ കാലത്തെ കോൺഗ്രസ് അല്ല. അതിനെ ഇന്ദിര വളർത്തി രണ്ടാക്കി. ഇന്നലെ തന്നെ വീണ്ടും പുലർത്തി. അങ്ങനെ പുലർത്തുകയും ചെയ്തു. നമുക്കറിയാവുന്ന എത്രയോ പേര്, ഇവൻ EMS തൊട്ടിട്ട് അടുത്ത കാലത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ വരെ കോൺഗ്രസിൽ നിന്ന് അകറ്റി വിട്ടു. ഇന്ന് നിൽക്കുന്നത് ഭാരത വിരുദ്ധമായി ചിന്തിക്കാനും ഹിന്ദു വിരുദ്ധ വർഗീയതയോട് ഒപ്പം നിൽക്കാനും പറ്റുന്നവരെ മാത്രം കൊണ്ട് നിറച്ചിരിക്കുക. നമുക്ക് സമയം പരിമിതമായോട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ആ ഒരു രാഷ്ട്രീയത്തിന്റെ ബലത്തിലാണ്, അത് ബലവും അവർക്ക്. ഇപ്പോഴും 99 പേരില് ഒന്നിച്ചു നിൽക്കുന്ന ആരെങ്കിലും 10 പേരില്ല. ഓരോരുത്തർക്കും ഇവരോട് വ്യക്തിപരമായ വിധേയത്വമാണ് സോണിയ രാഹുൽ കുടുംബത്തോട്. അതുകൊണ്ട് 99 സേഫാണ് ഫോർ ദ ടൈം ബീങ്. അപ്പൊ ശരിക്കും പറഞ്ഞാല്
പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് ആന്തരികമായ വിശകലനം ഇല്ലാത്തതാണ് രാഹുലിനെ പോലുള്ള ഒരുത്തിനെ ആശ്രയിക്കാൻ അവരെ ഇപ്പോഴും പ്രേരിപ്പിക്കുന്നതും. ഒപ്പം തന്നെ സോണിയ വരരുത്, പ്രിയങ്ക വരരുത്, രാഹുൽ തന്നെ വരണമെന്ന സോണിയയുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പും. അവർക്ക് മോൻ വരണമെന്ന മകള് വരണമെന്നല്ല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ പണം മുടക്കിയിരിക്കുന്നത് രാഹുലിന്റെ മണ്ടയ്ക്കാണ്. വേറെ കാര്യങ്ങൾക്ക് പകരമെടുക്കാനില്ല. കേജ്രിവാളിനെ നോക്കി നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പൊ അവർ പണം മുടക്കിയിരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലും വിജയിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു. സാം പിട്രോഡെ പോലൊരു അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇനിയും ഒരു അംഗത്തിന് രാഹുലിന്റെ ബാല്യമുണ്ട്, പുതിയ തരത്തിൽ അവതരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ബീഹാറില് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ തവണ കിട്ടിയ 17 സീറ്റിൽ നിന്ന് ഒന്നങ്ങ് കുറച്ചാൽ മതി. 16 എന്നല്ല ഞാൻ പറഞ്ഞ്, 17 നിന്ന് ഒന്ന് കുറച്ചാൽ 7 സീറ്റ്. കോൺഗ്രസിന് ഒരു 7 സീറ്റ് പിടിക്കാൻ പറ്റിയാൽ ഭാഗ്യം എന്ന് പറയാം. മാത്രമല്ല രാഷ്ട്രീയ ജനതാദളിനും ഗഡ്ബഡിനും ആ മഹത്തായ അപകടത്തിന്, ആ അപകട മുന്നണിക്ക് ഏറ്റവും വലിയ അപായം ഉണ്ടാക്കുന്നത് രാഹുലും കോൺഗ്രസുമായിരിക്കും എന്നുള്ളതിലും സംശയമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.